So, dear students, we came to know that according to Pareto, if it is impossible to make individual A better off without making individual B worse off, then we are in a best position, or it is the optimum condition according to Wilfredo Pareto. സോ നമ്മൾ പറഞ്ഞത് പാരറ്റോയുടെ ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എയുടെ പൊസിഷൻ ബെറ്റർ ഓഫ് ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, നമുക്കത് കഴിയില്ല, എക്ക് ബെറ്റർ പൊസിഷൻ ആക്കാൻ പറ്റില്ല. എങ്ങനെ? വിത്തൗട്ട് മേക്കിംഗ് ബി വേഴ്സ് ഓഫ്. ബിയുടെ പൊസിഷൻ നമ്മൾ വേഴ്സ് ഓഫ് ആക്കാതെ എക്ക് നമ്മൾ ബെറ്റർ ഓഫ് ആക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ഒപ്റ്റിമം കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ വി ആർ നോട്ട് കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ ബെറ്റർ ഓഫ് വിത്തൗട്ട് മേക്കിംഗ് ഇൻഡിവിജ്വൽ വേഴ്സ് ഓഫ്. അതായത് ഇൻഡിവിജ്വൽ ബി വേഴ്സ് ഓഫ് ആവാതെ നമുക്ക് എയുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എ നമ്മൾ ബെറ്റർ ഓഫ് ആക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അസംഷൻസ് ആണ്. ഇതിനകത്ത് പറയുന്നത് അസംഷൻ ഒന്നാമത്തത് എന്താണ്? ഓർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ ആണ്. ഓർഡിനൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഓർഡേർഡ്, ദ യൂട്ടിലിറ്റി ക്യാൻ ബി ഓർഡേർഡ് ആൻഡ് വി ക്യാൻ റെപ്രസെന്റ് ഇൻ ടേംസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. Then at the each individual is having specific quantity of different products. So each individual in a society there are several individuals and each of them having specific quantity of different products. Then they aim at maximization of utility. അവരുടെ aim എന്താണ്? Maximization of utility. Though we know that utility function of different individuals are interrelated. In this Pareto optimum condition or Pareto optimality നമ്മൾ എടുക്കുന്ന എന്താണ്? യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് അല്ല, അതെന്താണ്? ഇന്റർ റിലേറ്റഡ്. ഒരാളുടെ യൂട്ടിലിറ്റി ഫംഗ്ഷൻ മറ്റൊരാളുടെ യൂട്ടിലിറ്റി ഫംഗ്ഷനുമായിട്ട് റിലേറ്റഡ് ആണ്. That is, utility function are interrelated and ordinal utility, and each individual is having specific quantity of different products and they aim at maximization of utility. Utility function are interrelated. Then technology resources are constant. Technology and resources are kept constant. The constant ആണ് existence of perfect competition. That is, perfect competition in both the labor market and factor market. Next നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, we know that if any reorganization of economic resources does not harm anybody and makes someone better off, it indicates an increase in social welfare. അതായത് ഒരു റീഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം അല്ലെങ്കിൽ ഒരു പോളിസി ചേഞ്ച് കാരണം ആർക്കും ഒരു എന്താണ് ഹാമും ആരെയും വരുത്തുന്നില്ല, അത് കാരണം ആർക്കും മോശമൊന്നും ഉണ്ടാവുന്നില്ല. ആൻഡ് ഒരാളെങ്കിലും അതിനകത്ത് അല്ലെങ്കിൽ ചിലരെങ്കിലും അതിനകത്ത് ബെറ്റർ ഓഫ് പൊസിഷനിലേക്ക് എത്തുന്നുണ്ട്. അതിനകത്ത് ആർക്കും അല്ലെങ്കിൽ ബിയുടെ പൊസിഷൻ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ എയുടെ പൊസിഷൻ അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കുന്നു, ആർക്കും അവിടെ എന്താണ് വലിയ ഹാം ഒന്നും വരുത്തുന്നില്ല, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ വേഴ്സ് ഓഫ് ആവുന്നില്ല. ആൻഡ് ഒരാൾക്കെങ്കിലും ബെറ്റർ ഓഫ് ആവുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ ആണ്. നമ്മളത് ഓൾറെഡി കണ്ടതാണ്. ആൻഡ് ഈ കാര്യം നമ്മൾ എങ്ങനെയാണ് പറയാന്ന് വെച്ചാൽ, ഇഫ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഗുഡ്സ്, ആപ്പിൾ ആൻഡ് ഓറഞ്ച്, ആപ്പിളും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. ദെൻ ദർ ആർ ടു ഇൻഡിവിജ്വൽ, കോളിൻ ആൻഡ് ജോൺ. ജോണും കോളിനും ഉണ്ട്. രണ്ട് ടൈപ്പ് ഗുഡും ഉണ്ട്, എന്താണ് ആപ്പിളും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. ആൻഡ് അവരുടെ പ്രിഫറൻസ് ആണ് പറയുന്നത്, ഓരോരുത്തർക്കും എന്താണ് ഇഷ്ടം എന്നുള്ളതാണ് പറയുന്നത്. കോലിൻ ഡസ് നോട്ട് ഹാവ് എ പ്രിഫറൻസ് ഫോർ ആപ്പിൾ ഓർ ഓറഞ്ചസ്. കോലിന് വലിയ അങ്ങനെ പ്രിഫറൻസ് ഒന്നുമില്ല, അതായത് ആപ്പിളാണ് ഇഷ്ടം അല്ലെങ്കിൽ ഓറഞ്ച് ആണ് ഇഷ്ടം എന്നതൊന്നും അവർക്ക് ഒരു സ്പെസിഫിക് പ്രിഫറൻസ് ഒന്നുമില്ല. ഡു നോട്ട് ഹാവ് എനി പ്രിഫറൻസ് ഫോർ ആപ്പിൾ ഓർ ഓറഞ്ച്, ഏത് കിട്ടിയാലും കഴിക്കുന്നുള്ളതാണ്. പക്ഷെ ജോണിന് എന്താണ്? ജോൺ ഹാസ് എ പ്രിഫറൻസ് ഫോർ ആപ്പിൾ ഓവർ ഓറഞ്ച്. ഓറഞ്ചിനേക്കാളും ഏതാണ് ഇഷ്ടം? ജോണിന് ആപ്പിൾ ആണ് ഇഷ്ടം. ദെൻ ആപ്പിൾ ഷുഡ് ബി അലോക്കേറ്റഡ് ടു ജോൺ. അപ്പൊ ആപ്പിൾ ആർക്കാണ് അലോക്കേഷൻ കൊടുക്കേണ്ടത്? ബിക്കോസ് ജോൺ ലൈക്സ് ആപ്പിൾ മോർ.
ജോണിന് എന്തിനാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്? ആപ്പിളിനോടാണ് ഇഷ്ടം. സോ ആപ്പിൾ ഷുഡ് ബി മോർ അലോക്കേറ്റഡ് ടു ജോൺ ആൻഡ് ഓറഞ്ച് ഷുഡ് ബി അലോക്കേറ്റഡ് ടു കോളിൻ. ഓറഞ്ച് ആയാലും ആപ്പിൾ ആയാലും കോളിന് പ്രശ്നമില്ല. അപ്പൊ കോളിന് ഏതാണ് കൊടുക്കേണ്ടത്? നമ്മൾ ഓറഞ്ചും അതുപോലെ തന്നെ ജോണിന് എന്താണ് കൊടുക്കേണ്ടത്? ആപ്പിൾ ആണ്. സോ എ റീഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് റിസോഴ്സസ് മേക്ക് സം വൺ ബെറ്റർ ഓഫ്. അതായത് ഇവിടെ ഒരു റീഓർഗനൈസേഷൻ നടന്നപ്പോ അവിടെ ആർക്ക് ബെറ്റർ ഓഫ് ആയി? ആര് ബെറ്റർ ഓഫ് ആയി? ജോണ് ബെറ്റർ ഓഫ് ആയി. ജോണിന് വിചാരിച്ച ആ ഒരു കാര്യം നടന്നു. കോലിന് എന്താണ് വലിയ ഹാം ഒന്നും ഉണ്ടായിട്ടില്ല. ഓറഞ്ച് ആണ് കൊടുത്തത്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻക്രീസ് ഇൻ social welfare. So a reorganization of economic resources does not harm anybody. ആർക്കും അങ്ങനെ ഒരു ഹാമും അല്ലെങ്കിൽ മോശമൊന്നും വരുത്തുന്നില്ല, അല്ലെങ്കിൽ വേഴ്സ് ഓഫ് ആക്കുന്നില്ല. ആൻഡ് മേക്ക് സം വൺ ബെറ്റർ ഓഫ്. ആർക്കെങ്കിലും ഒരു പൊസിഷൻ, അവരുടെ പൊസിഷൻ ബെറ്റർ ഓഫ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. സോ if any reorganization or change makes everybody in a society better off, it will according to Pareto undoubtedly mean increase in social welfare. അതായത് രണ്ടാമത്തെ കേസ് എന്താണ് പറയുന്നത്? റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ ചേഞ്ച് കാരണം ഈ സൊസൈറ്റിയിൽ എല്ലാവരും ബെറ്റർ ഓഫ് ആവുകയാണ്, എല്ലാവരുടെയും പൊസിഷൻ ചേഞ്ച് ചെയ്യുവാണ്, നല്ല രീതിയിൽ അവരുടെ അല്ലെങ്കിൽ എല്ലാവർക്കും ഇംപ്രൂവ്മെന്റ് വരുവാണെങ്കിൽ അവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. എല്ലാവർക്കും ഒരു ഇൻകം റീഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ പോളിസി ചേഞ്ചോ കാരണം എല്ലാവരുടെയും പൊസിഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവരും ബെറ്റർ ഓഫ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അക്കോർഡിംഗ് ടു പാരറ്റോ ഇറ്റ് മീൻസ് ഇൻക്രീസ് ഇൻ സോഷ്യൽ വെൽഫെയർ. Then Pareto optimality, so we can say that it is a situation where no individual or preference criterion can be better off without making at least one individual worse off or without any loss. So Pareto optimality പറയുന്നത് നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം. Pareto optimality എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡിവിജ്വലും നമുക്ക് ബെറ്റർ ഓഫ് പൊസിഷനിൽ എത്തിക്കാൻ പറ്റില്ല. എങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ? ആർക്കെങ്കിലും വേഴ്സ് ഓഫ് സിറ്റുവേഷൻ കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. വേർ നോ ഇൻഡിവിജ്വൽ ഓർ പ്രിഫറൻസ് ക്രൈറ്റീരിയൻ ക്യാൻ ബി ബെറ്റർ ഓഫ്. അതായത് ആർക്കും ബെറ്റർ ഓഫ്, എല്ലാവർക്കും നമ്മൾ ബെറ്റർ ഓഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമ്മൾ ഇപ്പൊ എ ഉണ്ട് ബി ഉണ്ട്, സോ എയുടെ പൊസിഷൻ നമ്മൾ ബെറ്റർ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ബിയുടെ എന്താണ് പൊസിഷൻ നമ്മൾ വേഴ്സ് ഓഫ് ആക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ മാത്രമേ മറ്റൊരാൾ എന്ത് ചെയ്യുള്ളൂ? ബെറ്റർ ഓഫ് പൊസിഷനിൽ എത്തുള്ളൂ. സോ ഒരാൾ ബെറ്റർ ഓഫ് ആവും, മറ്റൊരാൾ എന്താവും? വേഴ്സ് ഓഫ് ആവും. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഒരുപോലെ ആവണമെന്ന് അതൊരു റെയർ കേസാണ്. ഓക്കെ, അപ്പൊ ഒരാൾക്ക് ബെറ്റർ ഓഫ് ആവുന്നു, ഒരാൾ ബെറ്റർ ഓഫ് ആവുന്നു, മറ്റൊരാളുടെ പൊസിഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വേഴ്സ് ഓഫ് ആവുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെന്റ് ഇൻ social welfare. Then there are some limitation for this Pareto criterion. Pareto criterion cannot evaluate a change that make some individuals better off and others worse off. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പോളിസി ചേഞ്ച് കാരണം ചില ആൾക്കാർ ബെറ്റർ ഓഫ് ആവുന്നു ആൻഡ് ചെറിയ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? വേഴ്സ് ഓഫ് ആവുന്നുണ്ട്. പക്ഷെ ഈ ഒരു പോളിസി ചേഞ്ച് നമുക്ക് എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. സിൻസ് മോസ്റ്റ് ഗവൺമെന്റ് പോളിസീസ് ഇൻവോൾവ് ചേഞ്ച് ദാറ്റ് ബെനിഫിറ്റ് സം ആൻഡ് ഹാം അതേഴ്സ്, ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് സ്ട്രിക്റ്റ് പാരറ്റോ ക്രൈറ്റീരിയൻ ഈസ് ഓഫ് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം ചില ഗവൺമെന്റ് പോളിസി നമ്മൾ പറയുവാണ്, ഇപ്പം ടാക്സ് ചുമത്തുവാണ്, പൊല്യൂഷന് മേലെ ടാക്സ് ചുമത്തുവാണ്. അപ്പോ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിന് മേലെ നമ്മൾ ടാക്സ് ചുമത്തുന്നു. അപ്പൊ അവരെ നോക്കുമ്പോൾ എന്താണ്? ഹാമാണ്. പക്ഷെ നമ്മൾ സൊസൈറ്റീന്റെ ഒരാൾക്കെങ്കിലും അതിൽ നിന്ന് ഒരു മെച്ചം കിട്ടുവാണെങ്കിൽ ഇവർ ടാക്സ് കൊടുക്കുന്നു, അപ്പൊ അത് കാരണം ഒരാൾക്കെങ്കിലും ആ ഒരു പണം ഉപയോഗിച്ച് മെച്ചം കിട്ടുവാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു പാരറ്റോ എന്താണ് പറയുന്നത്? ആരുടെയും പൊസിഷൻ നമ്മൾ ബെറ്റർ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യണം? വേഴ്സ് ഓഫ് ആക്കണം. എന്നാൽ മാത്രമേ അതായത് മറ്റൊരാളുടെ പൊസിഷൻ അല്ലെങ്കിൽ അവരുടെ ഇമ്പ്രൂവ്മെന്റ് കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റൊരാൾക്ക് അവരുടെ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഇതാണ് പാരറ്റോ ഒപ്റ്റിമം പറയുന്നത്. സോ റിയൽ വേൾഡ് സിറ്റുവേഷനിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. വി കനോട്ട് ഇവാലുവേറ്റ് ദ പോളിസി ചേഞ്ച് ആൻഡ് ഹൗ മച്ച് ഈസ് ദ ചേഞ്ച് ആൻഡ് വി കനോട്ട് ഇവാലുവേറ്റ് ഇറ്റ് ആൻഡ് ഇതിനകത്ത് ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റിയേ ഉള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, a Pareto optimum situation does not guarantee maximization of social welfare. ഈ പാരറ്റോ ഒപ്റ്റിമം സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞു, ചില ആൾക്കാർക്ക് ബെറ്റർ ഓഫ് ആവുന്നു, ചില ആൾക്കാർ വേഴ്സ് ഓഫ് ആവുന്നു അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ് മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ ഉണ്ട് എന്ന് നമുക്ക് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് we know that any point on production possibility curve represent Pareto efficient situation. നമ്മൾ പറയുവാണ് ഇനി പാരറ്റോ എഫിഷ്യൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് നിങ്ങൾക്കറിയാം, ലൈക്ക് ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ്. എന്താണ് ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ്, കോൺകേവ് ടു ഒറിജിൻ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ എ പാരറ്റോ ഒപ്റ്റിമം സിറ്റുവേഷൻ ഗ്യാരണ്ടി ദ മാക്സിമം ഡസ് നോട്ട് ഗ്യാരണ്ടി മാക്സിമൈസേഷൻ ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ ഗ്യാരണ്ടി ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, വി നോ ദാറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് റെപ്രസെന്റ് എഫിഷ്യന്റ് സിറ്റുവേഷൻ. അപ്പൊ ഇതിനകത്ത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മേലെ ഏത് പോയിന്റ് ആണെങ്കിലും ആ പോയിന്റിലെല്ലാം എന്താണ് പാരറ്റോ എഫിഷ്യന്റ് സിറ്റുവേഷൻ ആണ്. To decide which of these points yield maximum social welfare, we need an interpersonal comparison of individuals' consumers' utility. അപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണ്, ഇവിടെ കുറേ ലൈക്ക് ഇവിടെ കുറേ പോയിന്റ്സ് ഉണ്ട്. എ ആണോ ബി ആണോ സി ആണോ ഏറ്റവും എഫിഷ്യന്റ് എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? വി നീഡ് ടു ഹാവ് സം ഇന്റർപേഴ്സണൽ കമ്പാരിസൺ ഓഫ് ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റി. ഇൻഡിവിജ്വൽസിന്റെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ യൂട്ടിലിറ്റി നമ്മൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇതിനകത്ത് ഏതാണ് മാക്സിമം സോഷ്യൽ വെൽഫെയർ നമുക്ക് പിന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. സോ പാരറ്റോ ഒപ്റ്റിമം സ്റ്റേറ്റ് ഈസ് എ നെസസറി. അതായത് പാരറ്റോ ഒപ്റ്റിമം സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെസസറി ആണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ സഫിഷ്യന്റ് കണ്ടീഷൻ. അതൊരു സഫിഷ്യന്റ് കണ്ടീഷൻ അല്ല. മാക്സിമം സോഷ്യൽ വെൽഫെയറിന്റെ ഒരു സഫിഷ്യന്റ് കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ നെസസറി കണ്ടീഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് പാരറ്റോ എഫിഷ്യൻസി. ആൻഡ് പാരറ്റോ എഫിഷ്യൻസി ഈസ് റിലേറ്റഡ് ടു പ്രിഫറൻസ് ക്രൈറ്റീരിയൻ ഓർ ടെക്നോളജി പ്രിഫറൻസ്. പ്രിഫറൻസ് ക്രൈറ്റീരിയനോട് റിലേറ്റ് ചെയ്തതാണ് ഇത് പാരറ്റോ എഫിഷ്യൻസി. പാരറ്റോ എഫിഷ്യൻസി ഈസ് റിലേറ്റഡ് ടു ദ പ്രിഫറൻസ് ക്രൈറ്റീരിയൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കേർവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എക്സ് ആക്സിസിൽ ഒരു ഗുഡ് എടുക്കുന്നു, വൈ ആക്സിസിൽ വേറൊരു ഗുഡ് എടുക്കുന്നു. ലൈക്ക് ബട്ടർ ആൻഡ് ഗണ്ണാണ് എടുക്കുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ആണ് ബട്ടർ ആൻഡ് ഗണ്ണ്. അതായത് ബട്ടറിന്റെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന്റെ പ്രൊഡക്ഷൻ കുറക്കണം? നമ്മൾ ഗണ്ണിന്റെ പ്രൊഡക്ഷൻ കുറക്കണം. ഓക്കെ, അപ്പോൾ ഒരു കമ്മോഡിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മാത്രമേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി നമ്മൾ കുറച്ചാൽ മാത്രമേ മറ്റൊന്നിൻ്റെത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ amount of one commodity we need to increase in order to increase one commodity we need to reduce the quantity of another commodity. ഒരു കമ്മോഡിറ്റി കുറച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റൊരു കമ്മോഡിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറയുന്നത്. So Pareto efficiency is said to occur when it is impossible to make one party better off without making someone worse off. അതായത് ഇതിന്റെ നേരെ അതിന്റെ സെയിം സംഭവമാണ് പറയുന്നത്. ഒരാൾക്ക് നമുക്ക് എന്താണ് ഒരാളുടെ പൊസിഷൻ ബെറ്റർ ഓഫ് ആക്കാൻ എങ്ങനെയാണ് പറ്റുക? മറ്റൊരാളുടെ പൊസിഷൻ നമ്മൾ ഡിക്രീസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു വേഴ്സ് ഓഫ് ആയാൽ മാത്രമേ മറ്റൊരാൾക്ക് ബെറ്റർ ഓഫ് പൊസിഷനിൽ എത്താൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മൾ പറയുവാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി, ഹൗ എ പേഴ്സൺ ബെറ്റർ ഓഫ് ആൻഡ് അനദർ വൺ വേഴ്സ് ഓഫ്. എങ്ങനെയാണ് ഒരാൾ ബെറ്റർ ഓഫ് ആവുന്നത്, മറ്റൊരാൾ എങ്ങനെയാണ് വേഴ്സ് ഓഫ് ആവുന്നത്, ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ പാരറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ പറയുന്നത്. ദെൻ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഡയഗ്രത്തിൽ നമ്മൾ പറയുവാണ്, ഇവിടെ സർവീസസ് ഉണ്ട് എക്സ് ആക്സിസിൽ, ഗുഡ്സ് ഉണ്ട് നമ്മൾ വൈ ആക്സിസിൽ. സോ ഇൻ ദിസ് ഡയഗ്രാം ദിസ് ഈസ്
PPC, production possibility curve, it is concave to origin. ഇതാണ് ഒറിജിന്. ഒറിജിനിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താണ്, ഇറ്റ് ഈസ് കോൺകേവ് ടു ഒറിജിൻ. ഒറിജിനോട് കോൺകേവ് പൊസിഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ കോൺകേവ് ടു ഒറിജിൻ എന്നുള്ള ആ ഒരു ഷേപ്പാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റിക്ക് ഉള്ളത്. വൈ ആക്സിസിൽ നമ്മൾ ഗുഡ്സ് എടുക്കുന്നു, എക്സ് ആക്സിസിൽ നമ്മൾ സർവീസസ് എടുക്കുന്നു. സോ പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എവിടെയാണ്, ഈ any point on this production possibility curve. Production possibility curve ഇവിടെയാണെങ്കിലും ഈ production possibility curveന്റെ മേലെ ഏത് പോയിന്റും എന്താണ്, പാരറ്റോ എഫിഷ്യൻസി ആണ്. ഓക്കെ, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വേറൊരു പേരുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഓക്കെ, FRONTIER. സോ ഇവിടെ നമ്മൾ പറയുവാണ് ലൈക്ക് എ എന്ന പോയിന്റിലോ ബി എന്ന പോയിന്റിലോ സി എന്ന പോയിന്റിലോ ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് നോൺ ആസ് പാരറ്റോ എഫിഷ്യന്റ് കണ്ടീഷൻ. അതായത് നമ്മൾ പറയുവാണ് ഇപ്പം നമ്മൾ പറയുവാണ് ഇപ്പം നമുക്കിപ്പം കമ്മോഡിറ്റി അല്ലെങ്കിൽ ഗുഡ്സിന്റെ എമൗണ്ട് കൂട്ടണം. ഓക്കെ, നമ്മൾ ഗുഡ്സിന്റെ എമൗണ്ട് 18 നിന്ന് 22 കൂട്ടണം എങ്കിൽ നമ്മൾ എന്തിന്റെ കമ്മോഡിറ്റി അല്ലെങ്കിൽ എന്തിന്റെ ഇത് കുറക്കണം, സർവീസസ് കുറക്കണം അല്ലെ. 27 നിന്ന് 21 ആക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ അതാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഗുഡ്സ് വി നീഡ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് സർവീസസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് സർവീസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മൾ ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ബിയും പറയുന്നത്. ബിന്റെ എന്താണ്, ബി എന്ന പൊസിഷനിൽ എത്തുവാണെങ്കിൽ എന്താണ്, ഇവിടെ ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി കുറക്കണം അല്ലെ. ബി എന്ന് പറയുന്ന പോയിന്റിൽ എന്താണ്, ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി കുറക്കുന്നു. ലൈക്ക് ബിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 18 ആണ് ഗുഡ്സ് ഉള്ളത്, 22 ഉള്ളത് 18 ആക്കണം. ആൻഡ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി ഓഫ് സർവീസസ് നമ്മൾ കൂട്ടണം എന്നുണ്ടെങ്കിൽ 21 നിന്ന് 27 ആണ് ബി അല്ലെ. ബി എന്ന പോയിന്റ് ഏതൊക്കെ പോയിന്റ് ചേർന്നതാണ്, ദാറ്റ് ഈസ് 27ഉം 18ഉം അല്ലെ. 27ഉം 18ഉം ആണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ. സർവീസസ് 27 ആണ്, ഗുഡ്സ് 18 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സർവീസസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫ്രം 21 to 27 ആൻഡ് ഫോർ ദാറ്റ് വി നീഡ് ടു റെഡ്യൂസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ എമൗണ്ട് കുറച്ചാൽ മാത്രമേ നമുക്ക് സർവീസസിന്റെ എമൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മൾ പറയുന്നത്. ആൻഡ് വേറൊരു പോയിന്റ് ഉണ്ട്, ഡി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഡി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യന്റ്. നിങ്ങൾക്ക് ഇത്രയും എന്താണ്, ഇത്രയും നിങ്ങൾക്ക് ഇവിടെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, അണ്ടർ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പാരറ്റോ ഇൻഎഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. ഈ ഒരു ഡി എന്ന് പറയുന്നത് എന്താണ്, പാരറ്റോ ഇൻഎഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. നമുക്ക് ഉള്ള റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ആൻഡ് ഇറ്റ് ഈസ് ബാഡ് ഫോർ ദി കമ്മ്യൂണിറ്റി ഓർ സൊസൈറ്റി ഓർ ഇക്കോണമി ആസ് എ ഹോൾ. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്താണ്, ഈ പാരറ്റോ എന്ന് പറയുന്നത് ലൈക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്താണ്, ഇവിടെ നമ്മളിപ്പോ എടുക്കുവാണ്, ഇവിടെ ഗുഡ്സ് ഇവിടെ 16 ആണെന്ന് വിചാരിക്കുക. ഗുഡ്സ് 16ഉം പിന്നെ 17 ആണ് സർവീസസ് എന്ന് വിചാരിക്കുക. 17 സർവീസസും ഗുഡ്സ് 16ഉം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പം ഇവിടെ ഈ പോയിന്റെല്ലാം നോക്കുമ്പോൾ 22ഉം 21ഉം 18ഉം 27ഉം ഈ എ ബി സി പോയിന്റിനെക്കാളും എന്തുകൊണ്ടും കുറവാണ് എന്ത്, ഈ പാരറ്റോ ഇൻഎഫിഷ്യന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ ഒരിക്കലും നമ്മൾ ഇക്കോണമി എത്തരുത്. അങ്ങനെയാണെങ്കിൽ അത് ബാഡ് ഫോർ ദി ഇക്കോണമി ഓർ ദ ഇക്കോണമി വിൽ ബിക്കം അണ്ടർ ഡെവലപ്ഡ്. അപ്പൊ ഇവിടെ നമ്മൾ അണ്ടർ യൂട്ടിലൈസേഷൻ ആണ് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതെന്താണ്, നമുക്കിത് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു പോയിന്റ് ആണ്. ഓക്കെ, നമുക്കത് എത്തിച്ചേരാൻ പറ്റില്ല. ഇവിടെയോ മറ്റോ പോയിന്റ് ഉണ്ടെങ്കിൽ എത്തിച്ചേരാൻ പറ്റില്ല. സോ എനി പോയിന്റ് ഓൺ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റിന്റെ ഈ കർവ് അല്ലെങ്കിൽ ഫ്രോണ്ടിയറിന്റെ ഈ മേലെയുള്ള ഈ പോയിന്റിലെ ഏത് പോയിന്റ് ആണെങ്കിലും പാരറ്റോ എഫിഷ്യന്റ് കണ്ടീഷൻ ആണ്. ഓക്കെ, so Pareto efficiency is related to the concept of productive efficiency. Pareto efficiency is related to the concept of productive efficiency. Productive efficiency ആയിട്ട് related ആയിട്ടുള്ള ഒരു concept ആണ് Pareto efficiency. And productive efficiency is concerned with the optimal production of goods which occurs at the lowest point on the short run average cost curve and occurs on PPF. അപ്പം പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത് പാരറ്റോ ഒപ്റ്റിമാലിറ്റി അല്ല, പാരറ്റോ എഫിഷ്യൻസി ഈസ് റിലേറ്റഡ് ടു ദ കോൺസെപ്റ്റ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്,
it occurs at PPF, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിൽ ഏതൊരു പോയിന്റും പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ആണ് നമ്മൾ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി കാണിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, എല്ലാ കമ്മോഡിറ്റീസും അല്ലെങ്കിൽ ഒപ്റ്റിമം പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അറ്റ് വിച്ച് ഒക്കേഴ്സ് അറ്റ് ലോവസ്റ്റ് പോയിന്റ് ഓൺ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. നമ്മൾ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന്റെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഇങ്ങനെ യു ഷേപ്പ് ആണ്. ആ യു ഷേപ്പിന്റെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ നടക്കുന്നു അല്ലെ, പ്രൊഡക്ഷൻ നടക്കുവാണെങ്കിൽ എന്താണ്, ഏറ്റവും കോസ്റ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ആ പോയിന്റ് ആണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് പാരറ്റോ എഫിഷ്യൻസി ഈസ് റിലേറ്റഡ് ടു ദി പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന്റെ ഏറ്റവും മിനിമം പോയിന്റിൽ നിങ്ങൾ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി. ഏറ്റവും മിനിമം കോസ്റ്റിൽ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നു, അതിനാണ് പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി തന്നെയാണ് പാരറ്റോ എഫിഷ്യൻസി, ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഓൺ ദ പോയിന്റ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, so it is also concerned with allocative efficiency. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എന്താണ്, പ്രൊഡക്റ്റീവ് എഫിഷ്യൻസി ആണ്. രണ്ടാമത്തെ നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് അലോക്കേറ്റീവ് എഫിഷ്യൻസി. To be Pareto efficient, the distribution of resources need to be at a point where it is impossible to make someone better off without making someone worse off. അതായത് ഈ അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. റിസോഴ്സസ് എന്ന് പറയുമ്പോൾ ഇൻകം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസോഴ്സ് ആവാം. അപ്പൊ ഈ റിസോഴ്സസ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഈക്വൽ ആയിരിക്കണം, ലൈക്ക് ഇൻഈക്വാലിറ്റി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ പാരറ്റോ എഫിഷ്യൻസി അല്ലെങ്കിൽ അലോക്കേറ്റീവ് എഫിഷ്യൻസി എങ്ങനെയാണ് കിട്ടുക എന്ന് വെച്ചാൽ, ഒരാളുടെ പൊസിഷൻ നമ്മൾ ബെറ്റർ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ലോസ് സംഭവിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് ബെറ്റർ ഓഫ് പൊസിഷനിൽ എത്താൻ പറ്റില്ല. അതാണ് എന്ത്, ഇത് അലോക്കേറ്റീവ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഫോർ ദ അറ്റൈൻമെന്റ് ഓഫ് പാരറ്റോ എഫിഷ്യൻറ്റ് സിറ്റുവേഷൻ ഇൻ എക്കോണമി there are three marginal conditions that must be satisfied. അപ്പൊ പാരറ്റോ എഫിഷ്യന്റ് കണ്ടീഷനിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇക്കോണമി 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തത് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ്, അല്ലെങ്കിൽ നമ്മൾ പറയും എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ഗുഡ്സ് ആണ് നമ്മൾ എക്സ്ചേഞ്ച്, ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ പറയുകയാണ് ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എക്സ്ചേഞ്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. എഫിഷ്യൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മോഡിറ്റീസ് എമംഗ് കൺസ്യൂമേഴ്സ്, എഫിഷ്യൻസി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഇൻ എക്സ്ചേഞ്ച് പറയും. രണ്ടാമത്തത് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, that is efficiency of allocation of factors among firm. ഒന്നാമത്തെ എന്താണ് പറഞ്ഞത്, കമ്മോഡിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് നമ്മൾ എഫിഷ്യന്റ് ആവുക. രണ്ടാമത്തത് എന്താണ്, ഫാക്ടർ അലോക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ഫേംസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കൈവരിക്കുക. മൂന്നാമത്തെ എന്താണ്, എഫിഷ്യൻസി ഇൻ ദ പ്രൊഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് എഫിഷ്യൻസി ഇൻ ദ അലോക്കേഷൻ ഓഫ് ഫാക്ടേഴ്സ് among കമ്മോഡിറ്റീസ്. ഇത് രണ്ടും ചേർന്നതാണ്, എയും ബിയും ചേർന്നതാണ് എന്ത്, എഫിഷ്യൻസി ഇൻ പ്രൊഡക്റ്റ് മിക്സ് ഓർ കോമ്പോസിഷൻ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ പാരറ്റോ ഒപ്റ്റിമം കണ്ടീഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദി ജനറൽ ഇക്വിലിബ്രിയം മോഡൽ.